ദിവസം എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഒരു കഥയുണ്ട്. എന്താണെന്നല്ലേ, നിൽക്ക് പോലെ പറഞ്ഞിട്ട് കേട്ടിട്ട് പോവാതെ. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പണ്ട് അവിടെ ഒരു സുന്ദരിയായ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ആരാന്നല്ലേ? ആ കുട്ടി ഞാൻ തന്നെയാണ് കേട്ടോ. സോ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് കുറേ എൻ്റെ ഫ്രണ്ട്സ് ഒരു ചെറുക്കൻ്റെ പേര് വിളിച്ച് എന്നെ കളിയാക്കായിരുന്നു. ആ ടൈമിൽ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രശ്നമായിരുന്നു. അവസാനം ഞാൻ സഹികെട്ട് ഉസ്താദിന് പോയിട്ട് കംപ്ലൈൻറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അത് ആലോചിക്കുമ്പോൾ ശരിക്കും നൊസ്റ്റാണോ ക്രിഞ്ചാണോ എന്താ അറിയില്ല, ഒരു എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കപ്പെടാനൊക്കെ ഒരു ഭാഗ്യമൊക്കെ വേണ്ടേ? അതായത് സ്നേഹം രണ്ട് തരത്തിലുണ്ട്. ചിലവർ അറിഞ്ഞു തരും, ചിലവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു തരിക്കേണ്ടി വരും. നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടി വരും, യാചിച്ച് വാങ്ങേണ്ടി വരും. ചില സമയത്ത് നമ്മളൊക്കെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉള്ള ഒരു ക്വസ്റ്റ്യന് മുന്നിലാണ് പലപ്പോഴും നമ്മളൊക്കെ പതറിപ്പോകുന്നത്. കാരണം കിട്ടുമ്പോൾ നമ്മൾക്ക് ആ സ്നേഹത്തിൻ്റെ വില അറിയത്തില്ല. വർഷങ്ങൾക്കിപ്പുറം കിട്ടാതാവുമ്പോൾ, അവർ നമ്മുടെ കൂടെ ഇല്ലാതെ ആവുമ്പോൾ, നമുക്ക് ആ സ്നേഹം നമുക്ക് ശരിക്കും കിട്ടാതെ നിൽക്കുമ്പോഴാണ് ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ സ്നേഹം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബന്ധമൊന്നുമല്ല. അതിനപ്പുറം വലിയ കുറേ തലങ്ങളുണ്ട്. നമുക്ക് പാരൻസിൻ്റെ അടുത്തുള്ളതായാലും ഞങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളതായാലും ഒക്കെ റിലേഷൻ തന്നെയാണ്. ഓരോന്നിനും അതിൻ്റേതായ മധുരങ്ങളുണ്ട്, അതിൻ്റേതായ ഓർമ്മകളുണ്ട്, അതിൻ്റേതായ വാല്യൂ ഉണ്ട്. സോ നമുക്കും എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയട്ടെ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്.